ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസിന് അതിൽ പങ്കുണ്ടായിരുന്നു. അവരിന്നിപ്പോൾ നിയമനിർമ്മാണം നടത്തി 148 പുറത്താക്കി. ചുട്ടപ്പം പോലെ ആ ഭേദഗതി അവർ രൂപപ്പെടുത്തി എടുത്തിട്ട് പറഞ്ഞു, ഇനി ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കുമ്പോൾ എക്സിക്യൂട്ടീവിൻ്റെ പരമാധികാരം തന്നെയാണ്, ചീഫ് ജസ്റ്റിസിന് യാതൊരു അവകാശമില്ല, ലെജിസ്ലേച്ചറിനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കും ഒരു ഉത്തരവാദിത്വമില്ല, ജുഡീഷ്യറിക്കുമില്ല, എക്സിക്യൂട്ടീവിനെ തീരുമാനിക്കും. കൊളീജിയം സംഭവം സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കെല്ലാം അഭിപ്രായ വ്യത്യാസമുണ്ട്. ജഡ്ജിമാർ തന്നെ തീരുമാനിക്കുക, അത് ജനാധിപത്യവൽക്കരിക്കേണ്ടതാണെന്നുള്ള അഭിപ്രായമുണ്ട്. പക്ഷേ എന്താ ഇവിടെ തീരുമാനിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് ഇതേവരെ ഉണ്ടായിരുന്ന പരിമിതമെങ്കിലും ജനാധിപത്യപരമായ രീതി ഉണ്ടായിരുന്നു ജഡ്ജിമാരെ തീരുമാനിക്കാൻ, ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ തീരുമാനിക്കാൻ. ആ തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ജനാധിപത്യ വശം പൂർണ്ണമായിട്ട് കളഞ്ഞിട്ട് എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനത്തിന് സാധുത നൽകുന്ന ഒരു കൊളീജിയസ് സിസ്റ്റമാണ് വേണ്ടത് എന്നവർ പരസ്യമായിട്ട് നിയമവകുപ്പ് മന്ത്രി പറഞ്ഞു, സുപ്രീം കോടതിയിൽ അറിയിക്കുകയും ചെയ്തു. പച്ച മലയാളം ഇത്രയേ ഉള്ളൂ. ഇനി ജഡ്ജിമാരെ തീരുമാനിക്കുന്നത് എക്സിക്യൂട്ടീവായിരിക്കും. എക്സിക്യൂട്ടീവ് ജഡ്ജിമാരെ തീരുമാനിക്കും, ഇലക്ഷൻ കമ്മീഷണറെ തീരുമാനിക്കും, CBIയെ നിയന്ത്രിക്കും, EDയെ നിയന്ത്രിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഇവരാണ്, ഈ കാക്കി പട്ടാളമാണ് നിയന്ത്രിക്കാനും നിർണയിക്കാനും പോകുന്നത് എന്ന് ഓരോന്നോരോന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാകുകയാണ്. BJP അല്ലാത്ത സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ്റിൻ്റെ വക്താക്കളെ, മുഖ്യമന്ത്രിമാരെ ഉൾപ്പെടെ കടന്നാക്രമിക്കാൻ EDയെയും CBIയെയും അതുപോലെ തന്നെ മറ്റ് വിവിധ ഏജൻസികളെയും അവരുപയോഗിക്കുക. കേരളത്തിൽ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടാണ് നമുക്ക് കാണാനാവുക. അത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ മാത്രമല്ല, എല്ലാ സംസ്ഥാനത്തിലും ആ തരത്തിലുള്ള കാര്യങ്ങളാണ്. എന്നാൽ അത്തരത്തിൽ ആരെയെങ്കിലും ED ചോദ്യം ചെയ്ത് പിന്നെ അങ്ങോട്ട് വിട്ട് പിന്നീട് BJP ആയാൽ ആ വ്യക്തി സ്വതന്ത്രനായി, പിന്നെ EDയും ഇല്ല, അതുപോലെ തന്നെ CBIയും ഇല്ല, ഒന്നുമില്ല. ഇതത്ര പരിഹാസ്യമായ രീതിയിലാണ് എക്സിക്യൂട്ടീവിന് കീഴടങ്ങുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളായിട്ട് ഇന്ത്യൻ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇപ്പോഴും തന്നെ മാറിയിരിക്കുകയാണ്.